ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 45 ബാലലീല. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു ഉണ്ണിക്കണ്ണനും ബലരാമനും പേരുവെക്കുന്നതും ജാതക ഫലം പറയുന്നതും. ഈ ദശകത്തിൽ അവരുടെ ബാലലീലകളെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ഭട്ടതിരിപ്പാട്. താമരപ്പൂവിന് തുല്യമായ പാദങ്ങൾ ചലിപ്പിച്ച് മുട്ടുകുത്തി വീട് മുഴുവൻ ശോഭാവഹമാക്കി തീർത്തു. ഇളകുന്ന കാൽച്ചിലമ്പുകളുടെ ശബ്ദം കേൾക്കാൻ കൂടുതൽ വേഗം ഓടി നടന്നു ഉണ്ണിക്കണ്ണനും ബലരാമനും. അതിമൃദുവായി ചിരിക്കുകയും പല്ലുകൾ അല്പാൽപ്പം വെളിയിൽ പ്രകാശിപ്പിക്കുകയും മുഖത്ത് വീഴുന്ന തലമുടി കൊണ്ട് മനോഹാരിത വർദ്ധിപ്പിക്കുകയും പാദതലങ്ങളെ വിടർന്ന താമര പോലെ കാണിക്കുകയും കൈകളിൽ നിന്നും കരാഗ്രങ്ങളിലേക്ക് വളകൾ വഴിഞ്ഞു വീഴുന്നതിനാൽ കൂടുതൽ ക്രീഡാരസത്തെ കാട്ടുകയും ചെയ്യുന്ന ബലരാമനെയും ശ്രീകൃഷ്ണനെയും നോക്കിക്കൊണ്ട് രസിക്കുന്ന അമ്പാടിയിലെ ഗോപന്മാർക്കും ഗോപവനിതകൾക്കും എല്ലാം സന്തോഷം ഏറെ പകർന്ന് അവരുടെ ഹൃദയങ്ങളെ ആകർഷിച്ചു. ഓടിക്കളിക്കുന്ന അവരുടെ പിന്നാലെ അവരെ പിടിക്കാൻ ഓടുന്ന ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും പിടികൊടുക്കാതെ ചിരിച്ചുകൊണ്ടോടുന്ന അവർ ഗോകുലവാസികൾക്ക് ആനന്ദം പകർന്നു നൽകി. നടക്കുമ്പോൾ വീഴുകയും ചെളി ശരീരത്തിൽ പുരളുകയും ചെയ്യുന്ന ആ ഗോപബാലന്മാരെ നോക്കി സ്വർഗത്തിലുള്ള മുനിമാർ ആദരപൂർവം വന്ദിക്കുന്നു. ഓടിക്കളിച്ച് ക്ഷീണിച്ചു വരുന്ന ശ്രീകൃഷ്ണന് മുലയൂട്ടി യശോദ നിർവൃതി കൊള്ളുന്നു. പിന്നീട് കാലിൽ നടന്ന് കൂട്ടുകാരൊന്നിച്ച് ഓരോ ഗോപികാ ഭവനത്തിലും കയറിയിറങ്ങി ബാലചാബല്യം കാട്ടി ക്രീഡിക്കുകയും അവിടെയുള്ള പക്ഷിമൃഗാദികളെ പിടിക്കുന്നു. ബലരാമനോടു കൂടി ഭഗവാൻ കൃഷ്ണൻ എവിടെയെല്ലാം പോയിക്കൊണ്ടിരുന്നുവോ അവിടെയെല്ലാം ഗോപസ്ത്രീകൾ വിവശങ്ങളും പതിഞ്ഞവയുമായ കണ്ണുകളോടുകൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവർ കണ്ണനു മുന്നിൽ എല്ലാം മറന്നു. ഗോപസ്ത്രീകൾ നൽകുന്ന വെണ്ണയ്ക്കായി കണ്ണൻ മധുരമായി പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. ബലവാനോട്, അതായത് ബലിയോട് യാചിക്കുന്നത് പോലെ ഗോകുലത്തിൽ ഭഗവാൻ അബലകളായ ഗോപവനിതമാരോടു കൂടി യാചിക്കാൻ ഭാവമില്ല എന്ന് ചിന്തിച്ചിട്ടാണോ ഭഗവാൻ യാചനം നിർത്തി മോഷണം തുടങ്ങിയതെന്ന് തോന്നും. ഗോപികാ മന്ദിരങ്ങളിൽ കയറി പാൽ, വെണ്ണ, തൈര് എന്നിവ ഭഗവാൻ മോഷ്ടിച്ചിട്ടും ഗോപസ്ത്രീകളുടെ മനസ്സിൽ കോപമോ താപമോ അശേഷം ഉണ്ടായില്ല. ഭക്തന്മാരെ ആനന്ദിപ്പിക്കാനും അവരുടെ ലൗകിക ദുഃഖങ്ങളെ ഇല്ലാതാക്കാനും കഴിയുന്ന ഭഗവാന് തൻ്റെ ഈ നിസാര രോഗം മാറ്റാൻ എന്താണ് വിഷമം എന്നാണ് ഭട്ടതിരിപ്പാട് ചിന്തിക്കുന്നത്. ഇതോടെ ഈ ദശകം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 45 ബാലലീലകൾ. ശ്ലോകം 1. ഐ സബലമുരാരേ പാണിജാനുപ്രചാരൈ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരശിഞ്ചാശ്രവണകുതുകഭാജൗ ചേരതുശ്ചാരുവേഗാത്. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാനും അതിൻ്റെ അർത്ഥവും നോക്കാം. ഐ സബല മുരാരേ പാണിജാനു പ്രചാരൈ കിമപി ഭവന ഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീര ശിഞ്ചാശ്രവണകുതുകഭാജൗ ചേരതുശ്ചാരുവേഗാത്. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഐ അല്ലയോ സബലമുരാരെ ബലരാമനോടു കൂടിയ കൃഷ്ണൻ, പാണിജാനുപ്രചാരൈ
കൈകുത്തി മുട്ടുകൊണ്ട് നടക്കുകയാൽ കിമപി വർണ്ണിക്കാൻ വയ്യാത്ത തരത്തിൽ ഭവനഭാഗാൻ ഗൃഹാന്തർഭാഗങ്ങളെ ഭൂഷയന്തൗ അലങ്കരിക്കുന്നവരുമായ ഭവന്തൗ ഭവാന്മാർ. ഈ 2 വരികളിലെ അക്ഷരങ്ങൾ നോക്കാം. ഐ സബല ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിൻ്റെ ബ എന്നാണ്. സബല മുരാരേ പാണിജാനു പ്രചാരൈ അവിടെ വിസർഗം. അപ്പോൾ വിസർഗം പറയണം. കിം അപി ചേർത്തിട്ട് കിമപി ഭവന ഭാഗാൻ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭാഗാൻ എന്നുള്ളതിൻ്റെ ഭാന്നും ഊന്നി പറയാനുള്ളതാണ്. ഭൂഷയന്തൗ ഇവിടെയും അതേപോലെ ഭൂ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഭവന്തൗ ഇവിടെയും അതേ ഭ എന്നാണ്. ന്ത എന്നുള്ളത് ന ത എന്നാണ്. ഭൂഷയന്തൗ ഭവന്തൗ ന്തൗ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ചലിത ചരണ കഞ്ചൗ മഞ്ജുമഞ്ജീര ശിഞ്ചാശ്രവണ ഇവിടെ ചേർത്ത് ചൊല്ലാനുള്ളതാണ്. ശിഞ്ചാശ്രവണ കുതുക ഭാജൗ അതുവരെ ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ചേരതുശ്ചാരുവേഗാത് ചേരതുശ്ച എന്നാണ്. ചാരുവേഗാത് ചേർത്ത് ചൊല്ലുമ്പോൾ എന്നും കൂടിയും വേണം. ചലിത ചരണ കഞ്ചൗ ഇളകുന്ന താമരയ്ക്കൊത്ത കാലുകളോട് കൂടിയവരും. മഞ്ജു മഞ്ജീര ശിഞ്ചാശ്രവണ കുതുക ഭാജൗ മനോഹരമായ കാൽച്ചിലമ്പുകളുടെ ശബ്ദശ്രവണത്തിൽ കൗതുകമുള്ളവരായി. ചേരതു സഞ്ചരിച്ചു, ചാരു മനോഹരമായി, വേഗാത് വേഗത്തിൽ. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. ചലിത ചരണ കഞ്ചൗ ഞ ജ എന്നാണ് കഞ്ചൗ. മഞ്ജു ഞ ജ എന്നാണ് അവിടെ മഞ്ജു. മഞ്ജീര ഞ ജ എന്ന്. ശിഞ്ചാശ്രവണ കുതുക ഭാജൗ അതുവരെ ഒന്നിച്ച് ചൊല്ലണം. ഞ ജ എന്നാണ് ശിഞ്ച എന്നുള്ളതും. ശ്രവണ കുതുക ഭാജൗ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ചേരതുശ്ചാരു ശ ച എന്ന് ചേർത്തിട്ട് ച എന്നാണ്. ചേരതുശ്ചാരു ചാരു എന്നുള്ളത് ചേരതു അതിൻ്റെ കൂടെ ഇത് ചൊല്ലുമ്പോൾ ചാരു എന്ന് വരും. ചേർത്ത് ചൊല്ലുമ്പോൾ ചേരതുശ്ചാരു വേഗാത് അങ്ങനെ നിർത്താം. ഐ സബല മുരാരേ പാണിജാനു പ്രചാരൈ കിമപി ഭവന ഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിത ചരണ കഞ്ചൗ മഞ്ജുമഞ്ജീര ശിഞ്ചാശ്രവണ കുതുക ഭാജൗ ചേരതുശ്ചാരുവേഗാത്. അടുത്തത് 2ാമത്തെ ശ്ലോകം. മൃദു മൃദു വിഹസന്താവുന്മിഷദ്ദന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്തവ്യാലകത്കങ്കണാംഗൗ മതിമഹരദമുച്ചൈ പശ്യതാം വിശ്വനൃണാം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. മൃദു മൃദു വിഹസന്തൗ ഉന്മിഷത് ദന്തവന്തൗ വദന പതിത കേശൗ ദൃശ്യ പാദാബ്ജദേശൗ ഭുജഗളിത കരാന്ത വ്യാലഗത് കങ്കണാംഗൗ മതിം അഹരതം ഉച്ചൈ പശ്യതാം വിശ്വനൃണാം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. മൃദു മൃദു വളരെ മൃദുവായി. വിഹസന്തൗ ചിരിക്കുന്നവരും. ഉന്മിഷദ്ദന്തവന്തൗ വെളിയിൽ കാണുന്ന പല്ലുകളോടു കൂടിയവരും. വദന പതിതകേശൗ മുഖത്ത് വീണ് കിടക്കുന്ന തലമുടിയോടു കൂടിയവരും. ദൃശ്യപാദാബ്ജദേശൗ മനോഹരങ്ങളായ പാദങ്ങളാകുന്ന താമരയോടു കൂടിയവരും. ഭുജഗളിത കരാന്ത വ്യാലഗത് കങ്കണാംഗൗ കൈത്തണ്ടയിൽ നിന്നും തെന്നി അറ്റത്തു തങ്ങിക്കിടക്കുന്ന കങ്കണങ്ങളോട് കൂടിയവരുമായി. മതിം മനസ്സിനെ. ഉച്ചൈ അഹരതം ഏറെ വശീകരിച്ചു. പശ്യതാം കണ്ടുകൊണ്ട് നിൽക്കുന്ന. വിശ്വനൃണാം മനുഷ്യരുടെ.
നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. മൃദു മൃദു ദ എന്നുള്ളത് ദയിലത്തെ ദ എന്നാണ്. മൃദു മൃദു. വിഹസന്താ ഉന്മിഷദന്തവന്തൗ. ദന്ത ചേർത്ത് ചൊല്ലുമ്പോൾ ദ എന്നുള്ളത് ഡബിളായിട്ട് ചൊല്ലണം. മദ്ദളം എന്നൊക്കെ ഉള്ള മാതിരി ഒന്ന് ഊന്നി പറയണം. ഉന്മിഷദന്തവന്തൗ. വദന ദാന്ന് ദയിലത്തെ വദന പതിത കേശൗ. ദൃശ്യപാദാബ്ജ ബ എന്നാണ്. പാദാബ്ജ ദേശൗ. ഭുജഗളിത കരാന്തവ്യാലഗത്. ഭുജ ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കങ്കണാങ്കൗ. മതിമഹരതമുച്ചൈ അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. പശ്യതാം. വിശ്വനൃണാം. വിശ്വനൃന്ന് നീട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഊ എന്നുള്ളതിൻ്റെ ഒരു ചിഹ്നം. നമ്മളത് ഊ എന്നല്ല പറയേണ്ടത്, വിശ്വനൃ എന്നാണ്. വിശ്വനൃണാം. മൃദു മൃദു വിഹസന്താ ഉന്മിഷദന്തവന്തൗ. വദനപതിതകേശൗ. ദൃശ്യപാദാബ്ജദേശൗ. ഭുജഗളിതകരാന്തവ്യാലഗത് കങ്കണാങ്കൗ. മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.